നിനക്ക് സ്വർഗത്തിൻ്റെ താക്കോൽ തരും. നരക കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല. നമ്മളപ്പടി നരകത്തെക്കുറിച്ച് ഭയങ്കര കാര്യത്തിൽ ചിന്തിക്കുകയാണ്. അതിന് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ നിറഞ്ഞ ആൾക്ക് നരക കവാടം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുകയാണ്, പോപ്പ് ബെനഡിക്റ്റ് സ്പെയിനിലേക്കോ മറ്റോ പോകുന്ന സമയത്ത് സ്പെയിനിൽ ഭയങ്കര ബഹളമാണ്. പോപ്പിനെ ആക്രമിക്കും എന്നുള്ള സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര പോലീസ് പട്ടാള ബന്ദോബസ്തൊക്കെയാണ്. അപ്പോൾ പ്ലെയിനിലിരുന്ന് പത്രപ്രവർത്തകർ ചോദിച്ചു, അങ്ങ് ഇത്രയും ഈ ശുഭിതമായ അവസ്ഥയിൽ പലരും അങ്ങേക്കെതിരെ ആക്രമം ഭീഷണി പുറപ്പെടുവിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോകുന്നത് ശരിയാണോ? എന്താ അങ്ങേക്ക് പറയാനുള്ളത്? പോപ്പ് ബെനഡിക്റ്റ് കൂളായിട്ട് പറഞ്ഞു. എന്തു പറഞ്ഞു? നരക കവാടങ്ങൾ അവയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. നരക കവാടങ്ങൾ അവയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്കൊരു ലിമിറ്റുണ്ട്. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ പോപ്പിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിക്കെതിരെ പ്രബലപ്പെടുകയില്ല. എന്തുകൊണ്ടാണ്? ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ആരാണ് വസിക്കുന്നത്? പിശാചിന്റെ രാജ്യത്തെ നശിപ്പിച്ച കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതാണ് അവിടെ മാർപ്പാപ്പ ആകാനിരിക്കുന്ന പത്രോസിനെ കുറിച്ച് പറയുകയാണ്, നിന്റെ ശക്തി ഓക്കെ അപ്പോൾ ഈ മാർപ്പാപ്പയാകാനിരിക്കുന്ന പത്രോസിന് പ്രത്യേകം അനുഗ്രഹം കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് പത്രോസിനത് മനസ്സിലായി. അപ്പോൾ സ്വന്തം ശക്തിയിലൂടെ അല്ല മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ ഇതാരോടും മിണ്ടരുത്. ഇതൊക്കെയാണ് ആ ക്രോണോസ്, സമയമാണ് അവിടെ. കുറെ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഈശോ പറഞ്ഞു, ഇനി നിങ്ങൾ എല്ലാവരോടും പോയി പറയുവിൻ. കണ്ടോ, ഈ വചനം നിങ്ങൾ ആരോടും പറയരുതെന്നല്ല പറഞ്ഞേക്കണെന്നും പറഞ്ഞ് അത് കോട്ട് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? എപ്പോൾ പറയരുത്? ഇപ്പോൾ നിങ്ങളിത് ആരോടും പറയരുത്. എന്നിട്ട് പറയാണ്, എന്തുകൊണ്ടാ? എനിക്ക് ജെറൂസലേമിലേക്ക് പോകണം, അവിടെ അവരെന്നെ കാത്തിരിക്കുകയാണ്. എന്തിനാ കാത്തിരിക്കണേ? മനുഷ്യപുത്രൻ പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. യേശയ്യായിലും പഴയ നിയമത്തിലും സങ്കീർത്തനങ്ങളിലും എല്ലാം പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അവരെൻ്റെ കൈകാലുകൾ കെട്ടി എന്നെ ബന്ധിക്കും, എന്നെ ചാട്ടവാറുകൊണ്ട് അടിക്കും, എൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പും, അവർ എന്നെ കൊല്ലും. ഇത്രേ കേട്ടുള്ളൂ എന്ന് തോന്നണേ. അത് കഴിഞ്ഞിട്ട് എന്തുകൂടി പറഞ്ഞു? എന്നാൽ മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കും. അവരെന്നെ കൊന്ന് കുഴിച്ചിടും. എന്നാൽ ഈ കുഴിച്ചിടപ്പെട്ട ഞാൻ ആ കുഴിച്ചിടപ്പെട്ട അവസ്ഥയിൽ എൻ്റെ ഉള്ളിൽ ഉയർപ്പിക്കാനുള്ള ശക്തിയോടെയാണ് ഞാൻ കുഴിച്ചിടപ്പെടുന്നത്. എന്നാൽ ഞാൻ മൂന്നാം ദിവസം അവരെന്നെ കൊല്ലും, അവരെന്നെ കുഴിച്ചിടും, എന്നാൽ മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കും. ഇതൊക്കെയാണ് ഈ ഉയർപ്പിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഉയർപ്പ് കാലത്തേക്ക് വരുമ്പോൾ, ഉയർപ്പ് കാലം ആകുമ്പോഴേക്കും കോഴിമുട്ട ഉണ്ടാക്കാറുണ്ടല്ലേ? ഈസ്റ്റർ എഗ് കളറൊക്കെ അടിച്ച് ഈസ്റ്റർ എഗ് വിതരണം ചെയ്യണം. എന്താണ് ഈസ്റ്റർ എഗ്? ഈ ഉയർപ്പിൻ്റെ ആ കോഴിമുട്ട, ഉയർപ്പിന് എല്ലാവരും കോഴിമുട്ട കൊടുക്കണം, പല കളറിലൊക്കെ ഉള്ള കോഴിമുട്ട കൊടുക്കണതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾക്ക് ഇതൊന്നും അറിയില്ല. ഈസ്റ്റർ എഗ് കടകളിലൊക്കെ ഈസ്റ്റർ എഗ് കിട്ടുന്നു, ഈസ്റ്റർ എഗ് മേടിച്ച് എല്ലാവർക്കും കൊടുക്കണം. ഈസ്റ്റർ ഞായറാഴ്ച
അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി വന്നു കഴിഞ്ഞാൽ അതുവരെ ഈസ്റ്റർക്കാരും പൊട്ടിച്ച് കഴിക്കില്ല. ആ പാതിരാ കുർബാന കഴിഞ്ഞ് വന്നാൽ ആദ്യം കഴിക്കണത് ഈസ്റ്റർ എഗ്ഗ് പൊട്ടിച്ച് കഴിക്കണം. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈസ്റ്റർ എഗ്ഗ് കഴിക്കണം. അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ കോഴിമുട്ട കോഴി അടയിരുന്ന് കഴിഞ്ഞ് ആ കോഴിയുടെ ചൂട് പറ്റി കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മുട്ടയുടെ ഉള്ളിൽ ദ്രാവകമായിരുന്ന ആ മുട്ടയുടെ ഉള്ള് രൂപാന്തരപ്പെട്ട് എന്തായി വരുന്നു? ഒരു പുതിയ കോഴിക്കുഞ്ഞായി മാറുന്നു. ഈ കോഴിക്കുഞ്ഞ് ശ്രദ്ധിക്കണം, ഒന്ന് കൈവീശിയ എല്ലാവരും. ഈ കോഴിക്കുഞ്ഞ് എത്ര മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ സ്വന്തം കൊക്കുകൊണ്ട് അതിൻ്റെ കവറിടത്തിനെ പൊട്ടിച്ച് പുറത്തു വരുന്നു. അതിൻ്റെ സ്വന്തം കൊക്കുകൊണ്ട് മുട്ടി അത് പൊട്ടിച്ച് പുറത്തു വരുന്നു. തള്ളക്കോഴി അല്ല ഈ മുട്ട പൊട്ടിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതായത് ഈ മുട്ടയുടെ ഉള്ളിൽ തന്നെ കുഞ്ഞുണ്ടാകാനും ആ കുഞ്ഞിൻ്റെ ശരീരവും മനോഹരമായ ചിറകുകളും കണ്ണും മൂക്കും എല്ലാം ഉണ്ടാകാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിന് സമയമാകുമ്പോൾ ആ ചൂട് കൊണ്ട് അത് പൂർണ്ണമായി രൂപാന്തരപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായി അതിൻ്റെ സ്വന്തം കൊക്കുകൊണ്ട് അത് പൊട്ടിച്ച് പുറത്തു വരുന്നു. ഇതാണ് ഉയർപ്പ്. യേശുവിനെ മരിച്ച്, യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരം മുഴുവനും പ്രാകൃതമായി അസ്ഥികൾ എണ്ണാവുന്ന മാതിരിയായിരിക്കുന്നു. മാംസമെല്ലാം ചിതറിപ്പോയിരിക്കുന്നു. രക്തം പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. ആ ശരീരവും ആ ശരീരത്തെ അടക്കപ്പെടുമ്പോൾ ആ ശരീരം മരിച്ചു എങ്കിലും ആ ശരീരത്തിലുള്ള ദൈവീകത വിട്ടുപോകുന്നില്ല. ആ ശരീരത്തിലുള്ള ദൈവീകത ആ ശരീരത്തെ ഉത്ഥാനം ചെയ്യിപ്പിക്കുന്ന പുതിയ ശരീരവും പുതിയ രക്തവും ഉണ്ടാകുന്നു. അവിടെ പുതിയ രക്തമുണ്ടാവുന്നുണ്ടോ? പുതിയ രക്തം. 3 ദിവസത്തിൽ എന്തൊക്കെ സംഭവിച്ചു? ഈ കോഴി അടയിരുന്നപ്പോൾ കോഴിക്കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദ്രാവകങ്ങളെല്ലാം മാറി അതിൽ നിന്നും ഒരു പുതിയ സൃഷ്ടി രൂപപ്പെട്ടു. ചിറകുകളുള്ള പോലെ ശരീരവും രക്തവുമെല്ലാം ഉണ്ടായി. ആ യേശു കബറിടത്തിൽ നിന്ന് പുറത്തു വരുന്നു. വേറെ ആരുടെയും ശക്തിയിലൂടെ അല്ല, യേശുവിൻ്റെ തന്നെ ശക്തിയിലൂടെ. അതാണ് എന്നെ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ 18-ാമത്തെ വചനം വായിക്കാം. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാൻ അത് സ്വമനസാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. എന്നെല്ലാവരും ഉച്ചത്തിലേറ്റ് പറഞ്ഞത്, ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. സമർപ്പിക്കാനും എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ ബലിയാകാൻ എനിക്ക് പിതാവ് തന്നിരിക്കുകയാണ് അധികാരം. ആയിക്കഴിഞ്ഞാലോ അവിടെ തന്നെ കിടക്കുകയാണോ? അതാണ് മാമോദീസ. മാമോദീസായിൽ മുങ്ങി അവിടെ തന്നെ ഇരിക്കുകയാണോ? മുങ്ങിയാൽ ഈ മുങ്ങിയ ആൾ പൊങ്ങും. മുങ്ങുക എന്നത് മരണം, സംസ്കാരം, സംസ്കരിക്കപ്പെട്ടു. എന്നാൽ പൊങ്ങുക എന്നത് ഉയർപ്പിക്കപ്പെടുന്നു. അതാണ് മാമോദീസായുടെ തന്നെ അർത്ഥം. പക്ഷെ നമ്മൾ കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുക്കാനായിട്ട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തലയിൽ മാത്രം വെള്ളമൊഴിക്കണം.
നമ്മളുടെ പണ്ട് കാലത്തുള്ള പള്ളികളിൽ, ഇപ്പോഴുള്ള പള്ളികളിൽ മാമോദീസ തൊട്ടിലുണ്ട്. മാമോദീസ കുളം പോലെ പള്ളിയുടെ നടുവിൽ ഒരു കുഴി, അതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ വലിയ ആളുകൾ മുഴുവനും അതിനകത്ത് മുങ്ങി തന്നെ മാമോദീസ മുങ്ങാം. അങ്ങനെ ആയിരുന്നു പണ്ടൊക്കെ ചെയ്തു. വലിയ ആൾ കൊച്ചുകുട്ടിയെ അങ്ങനെ മുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ കുഞ്ഞിനെയും വെള്ളത്തിൽ മുക്കുമ്പോൾ അതിന് ആരോഗ്യപരമായ കാര്യമുണ്ട്. അപ്പോൾ ഈശോ പറയാണ്, അവരെന്നെ കൊല്ലും, അവരെന്നെ സംസ്കരിക്കും, എന്നാൽ ഞാൻ 3-ാം ദിവസം ഉയർക്കും. ഇത്രയെല്ലാം കേട്ടിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല. അവർ ആദ്യം മനസ്സിലായി, അവർ കൊല്ലും എന്നുള്ളത് മനസ്സിലായി. കൊല്ലും എന്നത് മനസ്സിലായി. ഓക്കെ. പത്രോസ് ഉടനെ പറഞ്ഞു. എന്ത് പറഞ്ഞു പത്രോസ്? പത്രോസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങ് പോകണ്ട ജെറുസലേമിലേക്ക്. കണ്ടോ, ഇപ്പൊ ഇത്രയും വെളിപാട് കിട്ടിയ പത്രോസ് തന്നെ യേശുവിൻ്റെ മിശിയാനിക പീഡാസഹനത്തിനും മരണത്തിനും തടസ്സം നിൽക്കുന്ന കണ്ടോ. അപ്പൊ ഈ പരസ്യം അവനെ കണ്ടിട്ട് വലിയൊരു ജനാവലി അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വലിയ ജനാവലി, ജെറുസലേമിലും പലസ്തീനയിലുമുള്ള വലിയ ജനാവലി. അപ്പം ഭക്ഷിച്ചവർ തന്നെ 5000 പേര് ആണുങ്ങൾ. അപ്പോൾ പെണ്ണുങ്ങളും മറ്റുള്ളവരും കൂടി 10,000-10,000 കൂടുതലുണ്ടാവുമായിരുന്നില്ലേ? ഇവരെല്ലാവരും മനസ്സിലാക്കുകയാണ്, ഈ യേശുവിനെ യഹൂദർ കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ യേശുവിനെ വിട്ടു പോകുമോ? യേശുവിനെ അവിടെ തടഞ്ഞു നിർത്തുകയും ഞങ്ങൾ സമ്മതിക്കില്ല, അവിടെ പോയിട്ട് ഫരിസേയരും നിയമജ്ഞരെ ആക്രമിക്കുക വരെ ചെയ്തേനെ. അതുകൊണ്ടാണ് മെസ്സിയാനിക സീക്രട്ട് എന്ന് പറയുന്നത്, അതായത് പരസ്യ ജീവിതത്തിൻ്റെ രഹസ്യം. അതുകൊണ്ടാണ് അവൻ ഉപമകളിലൂടെ സംസാരിച്ചത്. അവനെ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ അവിടെ നമ്മളൊരു വാക്ക് ചേർക്കുകയാണ്, ഇപ്പോൾ മനസ്സ് തിരിഞ്ഞ് അടുത്ത് വരരുത്. ഇപ്പൊ അവരെല്ലാവരും യേശുവാണ് മിശിഹ എന്ന് മനസ്സിലാക്കി അടുത്ത് വന്നാൽ യേശുവിന് അവർക്ക് പാപമോചനം കൊടുക്കാൻ പറ്റുമോ? പറ്റിയേക്കാം. പക്ഷെ എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? പാപമോചനം കൊടുക്കണമെങ്കിൽ യേശു പാപം ഏറ്റെടുത്ത് പീഡ സഹിച്ച് മരിക്കണം. അതിനുശേഷം സംസ്കരിക്കപ്പെട്ട് ഉയർക്കുമ്പോഴേ പാപമോചനം കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് യഹൂദരും ഫരിസേയരും ഞങ്ങൾ നിയമം കൃത്യമായിട്ട് പാലിച്ചാൽ പാപമോചനം ഞങ്ങൾ വിശുദ്ധരായെന്ന് വിചാരിച്ചിരുന്നു. അവർ അങ്ങനെയല്ല വിശുദ്ധി ഉണ്ടാകുന്നത്. അതാണ് കൽപ്പനകളിലൂടെ അല്ല വിശുദ്ധി ഉണ്ടാകുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ഈ കൽപ്പനയെ പൂർത്തിയാക്കാനാണ്. എൻ്റെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും സംസ്കാരത്തിലൂടെയും നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങളത് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാവുകയാണ്. അതാണ് നമ്മുടെ വിഷയം. അതാണ് ഈ വലിയ നോയമ്പ് കാലത്ത് എല്ലാ ദിവസവും നമ്മളെ ചിന്തിപ്പിക്കുന്നത്. കൽപ്പനകളിലൂടെ അല്ല മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരും ഞങ്ങൾ ഈ 10 കൽപ്പന കൃത്യമായി പാലിച്ചാൽ നീതീകരിക്കപ്പെടും എന്ന് വിശ്വസിച്ചപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് എന്താ? അവർക്ക് പിന്നെ യേശുവിനെ വേണോ? യേശുവിനെ കുറിച്ച് അവർക്ക് അറിയണമെന്ന് താല്പര്യമില്ല. ഞങ്ങൾക്ക് 10 കൽപ്പനയുണ്ട്, ആ 10 കൽപ്പന ഞങ്ങൾ. അപ്പം അവരാ 10 കൽപ്പനയെ കർക്കശമായി പാലിക്കാൻ വേണ്ടി 10 കൽപ്പനകളെ 613 കൽപ്പനകളാക്കുകയും അതിന് 1000-ലധികം ഉപകൽപ്പനകളാക്കുകയും ചെയ്തു. ഒന്ന് കൈവീശി കാണിച്ച് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയല്ല വിശുദ്ധി ഉണ്ടാവുന്നത്. യേശുക്രിസ്തു നമ്മുടെ പാപം ഏറ്റെടുക്കുകയും യേശുക്രിസ്തു അതിന് പരിഹാരം ചെയ്യുകയും യേശുക്രിസ്തു സംസ്കരിക്കപ്പെടുകയും
യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്ത് പ്രവർത്തിച്ച ആ ആത്മാവിനെ യേശു നമുക്ക് നൽകുന്നു. എങ്ങനെ? ഇപ്പോൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വ്യത്യാസം ഉണ്ടായോ? അവർക്ക് വ്യത്യാസം ഉണ്ടായോ? ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് വ്യത്യാസപ്പെട്ടോ ഇല്ലയോ? അതാണ് ഉയർപ്പിൻ്റെ അനുഭവം. ഒന്നെല്ലാവരും കരമുയർത്തി സ്തുതിച്ച് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒന്ന് പാടാം. നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഈ ഗാനം ആലപിച്ച് നമുക്ക് പാടുമ്പോൾ നിങ്ങളെല്ലാവരും ആത്മാവിൻ്റെ ഒരു പുതിയ നിറവിന് വേണ്ടി ദാഹിക്കുക, ഒരു പുതിയ സ്പർശനത്തിന് വേണ്ടി ദാഹിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് നമ്മുടെ ശക്തി കൊണ്ടല്ല, യേശുവിൻ്റെ പീഡാസഹനവും മരണവും സംസ്കാരവും ഉത്ഥാനത്തിൻ്റെയും ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പ്രവർത്തിച്ച പോലെ അല്ല. പഴയ നിയമത്തിൽ പാപമോചനത്തിന് വേണ്ടി ആരും കുരിശിൽ പീഡ അനുഭവിച്ചില്ല. അതാണ് നമ്മൾ ചിലപ്പോൾ പാടാറുണ്ട്, മോശയിൽ നിറഞ്ഞ പോലെ, ജോഷുവായിൽ നിറഞ്ഞ പോലെ, ഏലിയായിൽ നിറഞ്ഞ പോലെ ആത്മാവേ എന്നിൽ നിറയ്ക്കണമേ. അതല്ല, മറിച്ച് നമ്മളിൽ നിറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ വലിയ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച് സംസ്കരിക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഈ ആത്മാവ് നമ്മളിലുണ്ടോ? ഇത് മോശയിലുള്ള പോലെ അല്ല, ഇത് ദാനിയേലിലുള്ള പോലെ അല്ല, ഇത് ഏലിയായിലുള്ള പോലെ അല്ല, ഇത് സ്നാപകയോഹന്നാനിലുള്ള പോലെ അല്ല. അതിനേക്കാൾ 1000 പടി ഉയർന്ന ആത്മാവിനെ നമുക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ! ആ ബോധ്യത്തോടെ നമുക്കെല്ലാവർക്കും സ്തുതിച്ച് പാടാം. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവത്തിൻ ആലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിൻ ആലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ.
കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ 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 എന്നാത്മാവിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. പുതുബോധ്യങ്ങൾ നൽകണമേ. പുതുബോധ്യങ്ങൾ നൽകണമേ. പുതുബോധ്യങ്ങൾ നൽകണമേ. പുതുബോധ്യങ്ങൾ നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. 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 എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. അഭിഷേകം ചെയ്യണമേ. 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 എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ തുതിച്ചുകൊണ്ട് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല.
ശബ്ദം പോലും കേൾക്കാനില്ല.